ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതലായി കാണുന്ന മത്സ്യകന്യയുടെ സ്റ്റാച്ചു അല്ലേ, ഇത് നമ്മുടെ പാർക്കിന്റെ മാത്രം ഒരു തീം സ്റ്റാച്ചു, വൃക്ഷകന്യക എന്ന് പറയും. ഇവിടെ കൂടുതൽ വൃക്ഷങ്ങളായതുകൊണ്ടാണ്. ഉണ്ട് കാണിച്ചു. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മരം. നമസ്കാരം. ജിംനി എക്സ്പ്ലോററിന്റെ മാംഗോ മോഡോസ് പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പത്തെ 2 ഭാഗങ്ങൾ കാണാത്തതാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. ആര്യവേപ്പും കരിമ്പനയും. ഇത് ആര്യവേപ്പ്, അത് കരിമ്പന. കരിമ്പന ഈ ചെറുതേ കരിമരം അവിടെ കണ്ട്. കരിമരം എന്തിനാണാവോ? നമ്മുടെ അറിയില്ല. നമ്മുടെ പാർക്കിന് മാംഗോ മെഡോസ് എന്ന് പേര് വരാൻ കാരണം 101 വെറൈറ്റി മാവുകളുള്ളതുകൊണ്ടാണ്. ആയിട്ടാണ് മാവ് കാണുന്നത്. ഇത് പച്ചക്കറിത്തോട്ടാണ്. ഇവിടെ പച്ചക്കറി തോട്ടം. ഇവിടെ പച്ചക്കറി ലഭ്യത സെയിലുണ്ട്. ഇത് നമ്മുടെ 4 വെറൈറ്റി മധുരക്കിഴങ്ങ്, ഇത് രാമച്ചം, ഇത് ആടലോണം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. ഇവിടെ കലപ്പി എത്തിയ കഷ്ടകടി. കേരളത്തിലുണ്ടാവുന്ന എല്ലാതരം വെജിറ്റബിൾസുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളും അതുമാതിരി മറ്റെല്ലാ വെജിറ്റബിൾസിന്റെയും കൃഷി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടെ വരുന്ന എൻട്രൻസിലെ തന്നെ ഒരു നഴ്സറി ഉണ്ട്. ഇവിടെയുള്ള എല്ലാ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും എല്ലാം തൈകൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ എത്ര തരം മാവുകളുണ്ട്? 101, 133 രൂപയാണ് ചോദിക്കുന്നത്. എണ്ണം വെറൈറ്റി ഉണ്ടെന്ന്, പലതരം മാവുകള്. തക്കാളി വഴുതന, മഞ്ഞ കളറ്. അത് അല്ലെങ്കിൽ ഇത് ഉണ്ടാവുമ്പോ ഏത് കളറാ? വെള്ളയോ? ഉണ്ടാവുമ്പോ ഏത് കളറാ? വെള്ളയാണോ? ആ, വെള്ള. നല്ല രസമുണ്ട്.
അതെന്താ ഇപ്പൊ അടുത്തിരിക്കുന്നത്? കയറ് വിൽക്കുന്നത് കയറ് സെയിൽ കൊണ്ട് വാങ്ങിക്കാം. എന്താ ചെയ്യുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റുമോ? കുട്ടികൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ ഈ കയറ് വിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കളിമൺ പോട്ട് ഉണ്ടാക്കുന്നത്. അതിലെ ആ അതെ അതെ അതിലെ ശരി. അതെ അതിലിങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ തിരിയാ. ഇവിടെ കളിമണ്ണുണ്ടാക്കണ പാത്രം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ മുള കൊണ്ടുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോട്ട് മേക്കിംഗ് ആണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇവിടെ 100 രൂപ കൊടുത്താൽ ഇവിടെ സഹായത്തോടുകൂടി പോട്ട് മേക്ക് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചു ദൂരം ഫാംസ് ആണ്. ഞാനതിവിടെ കാണിക്കുന്നില്ല. നമ്മുടെ സൈക്കിൾ യാർഡാണ്. നമുക്ക് സൈക്കിളോ ഗോക്കാട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു 100 രൂപ സെക്യൂരിറ്റി പേയ്മെന്റ് ഉണ്ട്. അരമണിക്കൂർ നമ്മൾ സൈക്കിളും ഗോക്കാട്ടും ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് റിട്ടേൺ ചെയ്യും. പിന്നെ ഓരോ അരമണിക്കൂർ കൂടുതൽ എടുത്താൽ ഓരോ അരമണിക്കൂർ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 100 നമ്മുടെ ഇത് മറ്റേ കമണ്ടല് വേറെ ഇത് പക്ഷെ ഈ പാത്രത്തിന്റെ ഷേപ്പിൽ കിട്ടും. മുറിച്ചാല് ഉണങ്ങി കഴിഞ്ഞാൽ അതിന് മുറിച്ചതിന്റെ എസൻസ് ശരിക്കും ഒരു പാത്രം പോലെ തോടിന് നല്ല കട്ടിയാണ്. പിന്നെ അതൊരു എസൻസ് ഉണ്ട്. അത് വിദേശികളെ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ മിക്ക വീടുകളിലും ഉണ്ട്. കലാബാഷ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളിന്റെ സ്റ്റാച്ചു, വേൾഡ് ബിഗസ്റ്റ് ബൈബിൾ സ്റ്റാച്ചു ആണിത്. ഇതിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്. ബാക്കിൽ നമ്മൾ ബൈബിൾ വെച്ചിട്ടുണ്ട് വായിക്കാം. ഇവിടെ ഇരുന്ന് ബൈബിളൊക്കെ വായിക്കാം. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങളുണ്ട്. അത് മുന്തിരിയല്ലേ, ഗ്രേപ്പാ. നിറ അവിടെ നിൽക്കണ്ട, അതിലേ നിന്നും ഉണങ്ങി. കള്ളിമുൾച്ചെടി, ബാർലി, ഏതാണ് ബാർലി? ബാർലി ഇവിടെ ഉണ്ടോ? ഉമ്മത്തിൻ്റെയാണ്. നമ്മുടെ ഷൂട്ടിംഗ് ഏരിയ, എൻട്രി
ടിക്കറ്റിന് 3 ഷൂട്ടും 3 ആർച്ചറിയും ചെയ്യാം. പിന്നെ ട്രാമ്പലിൻ, ബോൾ പൂള്, സ്കൈബലൂണൊക്കെ കുട്ടികളുടെയാണ്. ATM ആണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ടീം ATM ആണ്. ഇതിന്റെ ഡോർ തുറന്നു ചെല്ലുമ്പോൾ ഗാനമേള കഥാപാത്രങ്ങളുടെ സൗണ്ട് എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ ഇത് അടച്ചിട്ടേക്കുക, ഓഫ് ചെയ്തിട്ടേക്കുക. ഞാൻ തുറക്കുമ്പോ കുട്ടൂസൻ, മായാവി, ലുട്ടാപ്പിയുടെ ഒക്കെ സൗണ്ടാണ്. ആന്നിമാരെ പൊതുവെ പെട്ടെന്ന് വലുതാവും തോന്നുന്നുണ്ട്. ഭക്ഷ്യയോഗ്യമായത് ഏതൻ ഗാർഡൻ. ഏതൻ കടപ്പം ചെറിയ നല്ല റെസ്റ്റാണ് കേട്ടോ. സ്മൂത്താണ് ഭയങ്കര. അതിന്റെ പുറം കണ്ടു വെൽവെറ്റ് ആപ്പിൾ. ഇത് എലിഫന്റ് ആപ്പിൾ. ആ കിടക്കുന്നത് നമുക്ക് അച്ചാറിടാം. എലിഫന്റ് ആപ്പിൾ താഴെ വീണ് കിടക്കും. പ്രത്യേക ഷേപ്പ്. അല്ല, ഇതിന്റെ ഇളതായിട്ടുള്ള അച്ചാറിടാൻ വേണ്ടിട്ട് ഇതിനെ തിരിച്ചു പറഞ്ഞത് എന്നിട്ട് പണിയുണ്ട് തൊടുമ്പോ പൂച്ചപ്പഴം, കുഞ്ഞാവന്, ലൂപിക്ക, ലോലോലിക്കാന്നും പറഞ്ഞു. ലൂപിക്ക നമ്മുടെ അവിടെ ഇല്ലായിരുന്നു അന്ന് പ്രാണികൾ വന്നിരുന്നു, ഓർമ്മയുണ്ട? ലൂപിക്കയില് ഫിലോസാന് നമ്മൾ അവിടെ വെച്ചിരുന്നു. ഈ എല്ലാവരും ഉണ്ടായിരുന്നു ഓർമ്മയില്ല. ഫിലോസൻ നമ്മൾ വെച്ചിരുന്നു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഈ നിൽക്കണത് ചെറിയ ചെറിയ ഫിലോസൻ ബറാബ നമ്മൾ വെച്ചത്. ഈ ബറാബ ഇപ്പോഴും അവിടെ ഉണ്ട്. മഞ്ഞ ചെറിയ നല്ല ടേസ്റ്റാണ് ഇതാ. അവിടെ പേരക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടലപ്പാണ് ഇതെന്താ ഉണ്ടായിട്ട് മീനൊക്കെ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന എല്ലായിടത്തും കാണും. സ്റ്റാച്ചു, മിറാക്കിൾ ഫ്രൂട്ട്. റോസ് പൈനാപ്പിളൊക്കെ ഉണ്ട്. ഒരു പിങ്ക് കളറുണ്ട്. അതൊക്കെ പറയുന്നത് നമുക്കൊരു കോട്ടേജ് ഉണ്ട്. കേവ് എന്ന് പറയുന്നത്. സ്റ്റേ ചെയ്യാനുള്ള റൂമാണ്. അതിന്റെ അകം അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം. ആ റൂമിന്റെ അകം അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം. വളഞ്ഞു വരും അല്ലേ? കുമ്പളാകൃതിയിൽ വരും. ഇഷ്ടമാണ്. ഇവിടെ ഈ എൻട്രൻസിനോട് അടുത്ത് തന്നെയാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. അതുപോലെ തന്നെ എൻട്രൻസിന്റെ അടുത്ത് തന്നെയാണ് 4 തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും ഉള്ളത്. നമുക്ക് ഇതിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടത്.
ഇല വളരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ കെയർ ചെയ്ത് വളർത്തിയെടുത്തേക്കുന്നതാണ്. ആ ടെമ്പറേച്ചറിൽ വെള്ളമൊക്കെ ആ ഒരു മരങ്ങളൊക്കെ നട്ടിട്ടില്ല. ഈ തണല് വേണം തോന്നുന്നു. ഷവറുണ്ട്. ഇത് കൂടി എടുക്കും. ഇല്ല. ഏല ഉണ്ട് ഇവിടെ. ഏല കണ്ടിട്ടില്ലേ? ഇതെന്താ അത് എൻ്റെ കാട്ടുകയില്ല. ഇത് ഏലക്ക അല്ലേ? ഇത് നമ്മുടെ മാംഗോ മസ്ജിദാണ്. ഇത് നിസ്കാരപ്പള്ളിയാണ്. ഈ ടൈം 50 തിരക്കാരെ നിസ്കാരം എന്നൊരു മുടക്കാൻ പറ്റിയതാണ്. സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ കണ്ടാണ്. ഇവിടെ നമുക്ക് പബ്ലിക് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പൂള്. 11 തൊട്ട് 4:45 വരെയാണ് ടൈം. 1 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സീറ്റ് വരുന്ന 4 തൊട്ട് 6 വരെയാണ്. കളർ പോകുന്ന ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. ഇത് അവിടെ നമുക്ക് ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അവിടെ, ലേഡീസിനും ജെൻസിനും. ഇത് കുട്ടികളുടെ പൂളാണ്. 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളുടെ പൂൾ. 4:45 പൂൾ തുടങ്ങി. അവിടുത്തെ പോലത്തെ പൂള്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ബസ്സിന് ട്രെയിൻ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. ബസ് ട്രെയിനൊക്കെ ഉണ്ട്. അത് എത്ര ആൾക്കാരാകുമ്പോഴേ പോകുള്ളതുണ്ട്? അങ്ങനെയുണ്ടോ? ഇല്ല ഇല്ല. ഇതിനടുത്ത് 2 പേരായെങ്കിൽ 2 പേരായിട്ട്. ബസ് ഏതാണ്? മഞ്ഞ ഇതല്ല. ട്രെയിൻ അല്ല, ആർക്കുവാണെങ്കിൽ 50 രൂപ കൊടുത്താൽ പോകുന്നു. ഒരാൾക്ക് 50 രൂപ അല്ല? ഒരു പാക്കേജ് എടുത്ത് വരുന്ന ഒരു പാക്കേജ് എടുത്ത് വരുന്ന പിള്ളേർ. പിള്ളേർ. ഇതാണ് ഇവിടെ റെസ്റ്റോറൻറ്റ്. പാക്കേജ് ഇതാണ് ഇവിടെ റെസ്റ്റോറൻറ്റ്. സാധാരണ കൈതൊഴിൽ കൂട്ടാറുണ്ടോ? എത്ര ഉള്ള ആ കായ? ഇത്ര ഉള്ളൊരു കായ. ആ കായ നമ്മൾ അല്ല ഇങ്ങനെ ബോൾ പോയിട്ട് പോലെയാ കായ. മേൽഭാഗം കട്ട് ചെയ്ത് അതിനകത്തൊക്കെ കളഞ്ഞിട്ട് മരവള്ളി കെട്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഫിഷ് നടത്താം. ഇത് നമ്മൾ അമ്പലക്കുളമായിട്ടാണ് കരുതുന്നത്. നമ്മൾ വന്നപ്പോൾ അവർ വന്നതുണ്ടോ? കാവായ കുളം വേണമെന്നൊരു സംഘത്തിൽ ചെയ്തേക്കുന്നതാണ്. കാവാണിത്. അയ്യോ, ഇങ്ങോട്ടുള്ളതൊന്നും ഇവർക്ക് തിന്നാൻ പറ്റില്ല. കരിയില് കിടക്കുന്നു കുറച്ചുണ്ട്. ഓട്ടോ സ്ലിപ്പ് ആകരുത് കേട്ടോ. നല്ല ആഴമുള്ളതാണ്. കൊട്ടയിൽ മഗ്ഗില് മുകളിലാണ്. ശരി, ഇവിടെ വന്നപ്പോൾ ഒരു ടൂർ ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരും ഇതൊന്നും കരയ്ക്ക് കയറിപ്പോ അവിടെ തിന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം ഈ അറ്റത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സാറ് പണ്ട് കാലത്ത് സസ്തറിഞ്ഞ് വിളക്കിൻ്റെ വെക്കുക. പക്ഷെ ഇങ്ങനെ കാറ്റതി ഇല്ലെങ്കിൽ പറ്റും. നമ്മളവിടെ നിന്ന് കാറ്റടിച്ചാൽ കിട്ടുമോ? അതുകൊണ്ട് നമ്മൾ പുറത്ത് വയ്ക്കാം. കാവ് ഇതാണ് അവിടുത്തെ കാവ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാവാണ്. കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് കാവിന് വേണ്ട മണ്ണിച്ചിരുകളും മരങ്ങളും എല്ലാം
അത് വീണതൊന്നും കളയാൻ പാടില്ല കാവില്. അതായത് ഈ പുതുതലമുറയ്ക്ക് കാവിന്റെ പ്രാധാന്യം അറിയിച്ചില്ല. അപ്പൊ ഈ കാവുകളെ സംരക്ഷിക്കുക എന്നൊരു മെസ്സേജും കൂടി ഇതിലൂടെ തരുന്നതാണ്. വീണ മരങ്ങൾ കളയരുത്, അത് അവിടെ കിടന്ന് നശിക്കണം എന്നാണ്. ഇത് കാവിന്റെ കൽവിളക്കുകളാണ്. നമ്മൾ ഇപ്പൊ തിരക്ക് കൂടുമ്പോൾ ഒരു ഫുള്ള് തിരക്കില്ലാത്ത അല്ലെങ്കിൽ കത്തിക്കാറില്ല. ഇവിടെ നമ്മള് മഹാഭാരതം രാമായണമൊക്കെ വായിക്കാം. തറയാണ് ഇത് വായിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ വെച്ചിട്ടുണ്ട്. വായിക്കാനുള്ള രാമായണം മഹാഭാരതം വായിക്കാൻ എടുക്കുമ്പോൾ ഇവിടെ തിരിച്ചു വെക്കാൻ നടത്തുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട്. ന്യൂവർക്കേരിയാണ്, ഓപ്പൺ ആയിട്ടില്ല. ആനയുടെ സ്റ്റാച്ചു ആനയുടെ. അതുപോലെ തന്നെ ആവുന്നുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ. ഇതൊരു മാവാണ്. പലതരം മാവായി ഇതേ മാങ്കോട്ടിയാണ്. നാഗവല്ലിയാണ് ശരിക്കും. നമുക്ക് വള്ളി തന്നെ കറക്റ്റ് ഫാമിലി പോലെയല്ല. ഇതിന്റെ തുടക്കം എവിടെയുണ്ട്? നാഗവള്ളി. ഇതൊക്കെ അതിന്റെ ബാക്കിയാണ്. ഭയങ്കര പഠനമുള്ള നമുക്ക് നിലത്ത് നോക്കി ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ പടർന്നു വന്നിരിക്കണല്ല. എന്റെ പേരാണ് ആനത്തൊട്ടാവാടി. ഏതാ മോനെ ആനത്തൊട്ടാവാടി? ഈ അണുക്കുമ്പോന്നൊക്കെ നമുക്ക് സാധനം. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഇന്നാൾ കുറേ പ്രാവശ്യം പോയോ ഇവിടെ നമുക്ക് ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഈ വാച്ച് ടവറിന്റെ അടുത്ത് നമ്മളുടെ ഗൈഡിങ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെയുള്ള വാച്ച് ടവറിനകത്ത് കയറി ആദ്യം കാണാം, അതിനുശേഷം മറ്റുള്ള കാഴ്ചകൾ കാണാം. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവര് അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇതാണ് കേട്ടോ രുദ്രാക്ഷത്തിന്റെ മരം. രുദ്രാക്ഷത്തിന്റെ മരത്താണ്. അച്ഛൻ്റെ അവിടെ കണ്ട പോലെ വലിയൊരു രുദ്രാക്ഷം. ഒരു മുഖം കൊണ്ട് മുഖങ്ങൾ വരണ്ടാവുന്ന രുദ്രാക്ഷം. ഒരു മുഖമാണ് റയറായിട്ടുള്ളത്. അല്ലാതെ എല്ലാം ഒരു മരത്തിലാണോ? ഒരു മരത്തിലുണ്ടാവല്ലേ? ഞാൻ വിചാരിച്ചു പലതിന് പല മരം. അല്ല അല്ല, ഇതിന് ഓൾറെഡി നമ്മൾ ഹോൾ ഇടണ്ട. ഓൾറെഡി ഇതിന് ഹോൾ ഉണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.